നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം നെർവസ് സിസ്റ്റമാണ്. ഹ്യൂമൻ നെർവസ് സിസ്റ്റം, അതായത് നാഡീ വ്യവസ്ഥ. അപ്പോൾ എന്താണ് നമ്മുടെ നാഡീ വ്യവസ്ഥയിലെ അടിസ്ഥാന ഘടകം? നമ്മുടെ നാഡീ വ്യവസ്ഥയിലെ അടിസ്ഥാന ഘടകം എന്ന് വെച്ചാൽ ന്യൂറോൺ ആണ് കേട്ടോ. ന്യൂറോൺ അതായത് നാഡീകോശം. അപ്പോൾ ഈ നാഡികളും നമ്മുടെ സുഷുമ്നാ നാഡിയും പിന്നെ തലച്ചോറും കൂടെ ചേരുന്നതാണ് എന്ത്? നമ്മുടെ നെർവസ് സിസ്റ്റം, അതായത് നാഡീ വ്യവസ്ഥയിൽ വരുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം ഏതാണെന്ന് അറിയാമോ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള കോശം നാഡീകോശമാണ്. അതേസമയം തന്നെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ്സുള്ള കോശവും ഏത് തന്നെയാണ്? നമ്മുടെ നാഡീകോശം തന്നെയാണ്, ന്യൂറോൺ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ന്യൂറോണിന്റെ, അതായത് നാഡീകോശത്തിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിനകത്ത് എന്താണ്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ഒരു കോശമർമ്മമുണ്ട്. ഈ കോശത്തില് വെളിയിലായിട്ട് എന്താണ്, ചെറിയ ശാഖകളായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ആ ശാഖകളെ നമ്മൾ ഡെൻഡ്രോൺ എന്നാണ് പറയുന്നത് കേട്ടോ, ഡെൻഡ്രോൺ. ഈ ഡെൻഡ്രോണ് പിന്നെയും ഉപശാഖകളായിട്ട് തിരിയും. ആ ഉപശാഖകളാണ് എന്ത്? ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോശ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ, അതായത് ഒരു ടെയിൽ പോലെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഈ ഭാഗമാണ് എന്ത്? ആക്സോൺ എന്നാണ് പറയുന്നത് കേട്ടോ, ആക്സോൺ. ഈ നീളം കൂടിയ ഭാഗമാണ് ആക്സോൺ. ഈ ആക്സോണിനെ, അതായത് ഈ നീളമുള്ള ഭാഗത്തിനെ ഒരാവരണം പൊതിഞ്ഞ് സൂക്ഷിക്കുന്നുണ്ട്. ആ ആവരണത്തിന് പറയുന്നതാണ് മൈലിൻ ഷീത്ത് കേട്ടോ. ആ മൈലിൻ ഷീത്താണ് ഈ ആക്സോൺ ഭാഗത്തിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആവരണം. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ നാഡികൾ, അതായത് ശരീരത്തിലെ ന്യൂറോൺസിന്റെ പുറം ഭാഗത്തെ ആവരണം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളാണ്, അതായത് ഈ മൈലിൻ ഷീത്ത് ആ ആവരണം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളെ പറയുന്നതാണ് ഷ്വാൻ സെൽസ് എന്ന് പറയും. ഷ്വാൻ കോശങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ തലച്ചോറിലെയും സ്പൈനൽ കോഡിലെയും, അതായത് സുഷുമ്നയിലെയും ന്യൂറോണുകളുടെ മൈലിൻ ഷീത്ത് അല്ലാതെ ബാക്കിയുള്ളത്, അല്ലാതെ ശരീരത്തിലെ ബാക്കി ഭാഗങ്ങളിലുള്ള എല്ലാ ന്യൂറോൺ സെല്ലുകളുടെയും പുറം ഭാഗം കവർ ചെയ്തിരിക്കുന്ന ആവരണം, അതായത് ആ മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഷ്വാൻ കോശങ്ങൾ എന്നറിയപ്പെടുന്ന കോശങ്ങൾ കൊണ്ടാണ്. പക്ഷേ നമ്മുടെ തലച്ചോറിലും സുഷുമ്നാ നാഡിയിലുമുള്ള ന്യൂറോണുകൾ, അതായത് നമ്മുടെ നാഡീകോശങ്ങളെ, അതിന്റെ പുറം ഭാഗങ്ങൾ കവർ ചെയ്തിരിക്കുന്ന മൈലിൻ ഷീത്ത്, അതിന്റെ പുറം ഭാഗം ഈ സംരക്ഷിക്കുന്ന ആ ആവരണം നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഷ്വാൻ കോശങ്ങളല്ല, ഒലിഗോ ഡെൻഡ്രോസൈറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഒലിഗോ ഡെൻഡ്രോസൈറ്റുകൾ. അപ്പോൾ ഒലിഗോ ഡെൻഡ്രോസൈറ്റ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? തലച്ചോറിലെയും സുഷുമ്നാ നാഡിയിലെയും നാഡീകോശങ്ങളിലാണ്, അതായത് ന്യൂറോൺ സെല്ലുകളിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ന്യൂറോൺ ജംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. ന്യൂറോൺ ജംഗ്ഷൻസ് എന്താണ്? അതായത് നാഡീകോശത്തിന്റെ ജംഗ്ഷൻസ് എന്താണ്? അതെ, ഈ നാഡികൾ തമ്മിൽ ചേരുന്ന സ്ഥലം, അല്ലെങ്കിൽ നാഡിയോ അല്ലെങ്കിൽ ഒരു മസിലിന്റെ കോശമോ, അല്ലെങ്കിൽ ഒരു നാഡിയോ അല്ലെങ്കിൽ നാഡിയും പിന്നെ ഗ്ലാൻഡുലാർ സെല്ല്, അതായത് നമ്മുടെ എന്താണ്, ഗ്രന്ഥികോശവും ഒരു നാഡിയോ, അല്ലെങ്കിൽ നാഡിയും ഒരു എന്താണ്, പേശി കോശമോ, അല്ലെങ്കിൽ ഒരു നാഡിയും തമ്മിൽ ചേരുന്ന ജംഗ്ഷനാണ് എന്ത് അറിയപ്പെടുന്നത്? സിനാപ്സ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ, സിനാപ്സ്. അപ്പോൾ ഈ സിനാപ്സ്, അതായത് ഈ ജംഗ്ഷൻ വഴിയാണ് എന്ത്, ഈ ആവേഗങ്ങൾ, അതായത് ഇമ്പൾസസ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത് എങ്ങോട്ട്? നമ്മുടെ തലച്ചോറിലോട്ടോ അല്ലെങ്കിൽ തിരിച്ചോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനാണെങ്കിൽ തലച്ചോറിരുന്ന് മെസ്സേജ് നമ്മുടെ മസിലുകളിലേക്കും പേശികളിലേക്കൊക്കെ എത്തുന്നത് ഈ ന്യൂറോൺസ് വഴിയാണ്.
അപ്പോൾ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത് എവിടെ കൂടാ? ഈ ജംഗ്ഷനിൽ കൂടാണ് പാസ് ചെയ്യുന്നത് കേട്ടോ. അതായത് സിനാപ്സ്. അപ്പോൾ നമ്മുടെ ഈ നാഡീ വ്യവസ്ഥയിൽ മസ്തിഷ്കവും നമ്മുടെ സുഷുമ്നയും എല്ലാം ഉൾപ്പെടുന്ന എന്ത് വ്യവസ്ഥയാണ്? കേന്ദ്ര നാഡീ വ്യവസ്ഥയാണ് കേട്ടോ. സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ മസ്തിഷ്കം, അതായത് ബ്രെയിനിനെ കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? ഫ്രിനോളജി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഫ്രിനോളജി. നമ്മുടെ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി എന്നാണ് അറിയപ്പെടുന്നത്. PSC ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഒക്കെ PSCയുടെ ക്വസ്റ്റ്യൻസ് ആണ്. എന്താ നമ്മുടെ തലച്ചോറിന് എത്ര ഭാരമുണ്ടെന്നുള്ളത്. അത് എത്രയാണ്? 1.3 to 1.4 കിലോഗ്രാം ആണ് കേട്ടോ. 1300 ഗ്രാം മുതൽ 1400 ഗ്രാം വരെ ആണ് ഒരു മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാരം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി ഏതാണെന്നറിയാമോ? സ്പേം വെയിലാണ് കേട്ടോ. സ്പേം വെയിലാണ് ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി. അതേസമയം നമ്മുടെ കരയിലാണെങ്കിൽ ഏറ്റവും വലിയ മസ്തിഷ്കമുള്ള ജീവി അറിയാമല്ലോ, ആനയാണ് കേട്ടോ. അപ്പോൾ ഈ സ്പേം വെയിലിന്റെ തലച്ചോറ് 7 കിലോഗ്രാം ഭാരം കാണും. ആനയുടെ ആണെങ്കിൽ ഒരു 5 കിലോഗ്രാം ഭാരം കാണും. നമ്മുടെ മനുഷ്യരുടെ ആണെങ്കിൽ 1400 ഗ്രാമും. നമ്മുടെ തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥി കൊണ്ടുള്ള ആ പ്രൊട്ടക്റ്റീവ് ലെയർ ഏതാണ്? സ്കളാണ് കേട്ടോ. നമ്മുടെ കപാലമാണ്, തലയോട്ടിയാണേ. അപ്പോൾ ഈ തലയോട്ടിക്കകത്തിരിക്കുന്ന മസ്തിഷ്കത്തിനെ മറ്റൊരു ആവരണം കൂടെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നുണ്ട്. ആ ആവരണത്തിന്റെ പേരാണ് മെനിഞ്ചസ് കേട്ടോ. തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണത്തിന്റെ പേരാണ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിന്റെ ഉള്ളില് ഒരു ദ്രവം കൂടെ ഉണ്ട്. അതാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം, അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ തലച്ചോറിനുള്ളിലെ പ്രഷർ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ധർമ്മം. അപ്പോൾ നമ്മുടെ തലച്ചോറ് 2 പാതികളായിട്ടാണ് ഇരിക്കുന്നത്. ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറിലും ആയിട്ട് 2 ഭാഗങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 2 ഭാഗങ്ങളെയും കൂടെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ആ കണക്റ്റീവ് ടിഷ്യൂ എന്താണെന്ന് അറിയാമോ? കോർപ്പസ് കലോസം എന്ന് പറയും കേട്ടോ. കോർപ്പസ് കലോസം. ഇനി നമുക്ക് തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കാം. മെയിനായിട്ടും PSC കൂടുതലായിട്ട് ചോദിച്ചു വരുന്നത് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെയാണേ. ഈ നമ്മുടെ ബ്രെയിനിന്റെ കാര്യം വരുമ്പോൾ. അപ്പോൾ ബ്രെയിനിന്റെ പാർട്സ് ഏതൊക്കെയാണ്? മെയിൻ പാർട്സ് സെറിബ്രം, സെറിബെല്ലം, പിന്നെ ഏതൊക്കെയാണ്? മെഡുല്ല ഒബ്ലാങ്കട്ട, ഹൈപ്പോതലാമസ്, തലാമസ്. അപ്പൊ മെയിനായിട്ട് 5 ഭാഗങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗം നോക്കാം. സെറിബ്രം. സെറിബ്രമാണ് നമ്മുടെ തലച്ചോറിലെ ഏറ്റവും വലിയ ഭാഗം. സെറിബ്രമാണ്. അപ്പോൾ എന്തായിരിക്കും സെറിബ്രത്തിന്റെ ധർമ്മം? സെറിബ്രമാണ് നമ്മുടെ ഐച്ഛികമായ എല്ലാ പ്രവൃത്തികളും നിയന്ത്രിക്കുന്നത്. അതായത് വോളണ്ടറി ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും സെറിബ്രമാണ് കൈകാര്യം ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഓർമ്മ, ബുദ്ധിശക്തി, പിന്നെന്താ ചിന്താശേഷി, ഇതെല്ലാം ഏത് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്? സെറിബ്രം തന്നെയാണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ സെൻസ് ഓർഗൻസ്, അതായത് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് അതിന് എന്താണ് ഒരു റെസ്പോൺസ് കൊടുക്കുന്നതും ആര് തന്നെയാണ്? ഈ സെറിബ്രം തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശനം, ഇതെല്ലാം നിയന്ത്രിക്കുന്ന ആര് തന്നെയാണ്? സെറിബ്രം തന്നെയാണ്. നമ്മുടെ സംസാരത്തെ നിയന്ത്രിക്കുന്ന പ്രദേശവും ഏത് തന്നെയാണ്? ഈ സെറിബ്രത്തിലെ ബ്രോക്കാസ് ഏരിയ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ സംസാരവും എല്ലാം നിയന്ത്രിക്കുന്നത്. അടുത്തതായി നമുക്ക് സെറിബെല്ലത്തിനെ കുറിച്ച് നോക്കാം. നമ്മുടെ സെറിബ്രത്തിനേക്കാളും സൈസ് കുറഞ്ഞ, അതായത് 2ാമത്തെ ഏറ്റവും വലിയ ഭാഗമാണ്. സെറിബ്രത്തിനേക്കാളും സൈസ് കുറവാണ്, പക്ഷെ 2ാമത്തെ ഏറ്റവും വലിയ ഭാഗമാണ് ഇത് സെറിബെല്ലം. സെറിബെല്ലത്തിനെ ലിറ്റിൽ ബ്രെയിൻ എന്നും വിളിക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ സെറിബെല്ലത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ബാലൻസിങ് ഓഫ് ദ ബോഡിയാണ് കേട്ടോ. നമ്മുടെ തുലനാവസ്ഥ, ശരീരത്തിന്റെ തുലനാവസ്ഥ, അതായത് ബോഡി ബാലൻസിങ് എല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? സെറിബെല്ലമാണ്. അപ്പോൾ PSCയുടെ സ്ഥിരം ഒരു ചോദ്യമുണ്ട്, മദ്യം മദ്യം അഫക്റ്റ് ചെയ്യുന്ന ഏത് ഭാഗത്താണെന്ന്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് മദ്യം അഫക്റ്റ് ചെയ്യുന്നതെന്ന്. അതിന്റെ ഉത്തരം എന്താണ്? സെറിബെല്ലമാണേ. പിന്നെ മറ്റൊരു ചോദ്യം, നമ്മുടെ ശരീരത്തിലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാലും എന്താണ് ഉത്തരം? സെറിബെല്ലം തന്നെയാണ് കേട്ടോ. സെറിബെല്ലം തന്നെയാണ് അതിന്റെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലാങ്കട്ടയാണ് കേട്ടോ. മെഡുല്ല ഒബ്ലാങ്കട്ട. അപ്പം എന്താണ് മെഡുല്ല ഒബ്ലാങ്കട്ടയുടെ ഫംഗ്ഷന്? നമ്മുടെ ശരീരത്തിലെ അനൈച്ഛികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് മെഡുല്ല ഒബ്ലാങ്കട്ട. അപ്പോൾ അതിൽ എന്തൊക്കെ വരും? നമ്മുടെ ഹാർട്ട് ബീറ്റ്, ഹൃദയസ്പന്ദനം വരും. പിന്നെ എന്താണ്? റെസ്പിറേഷൻ, ശ്വസനം വരും. പിന്നെ നാഡീസ്പന്ദനം, അതെല്ലാം കൈകാര്യം ചെയ്യുന്ന ആരാണ്? ഈ മെഡുല്ല ഒബ്ലാങ്കട്ടയാണ് കേട്ടോ. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടില്ലേ, ഈ തലയ്ക്ക് പുറയിലെ അടിയേറ്റ് പെട്ടെന്ന് മരണപ്പെടുന്നത്? അതെന്തുകൊണ്ടാണെന്നറിയോ? തലയ്ക്ക് പുറയിൽ ഈ അടി ഏൽക്കുമ്പോൾ ഈ ഒബ്ലാങ്കട്ടയിലാണ് അടി കിട്ടുന്നത്. അപ്പം എന്താ സംഭവിക്കുന്നത്? ഈ ഹാർട്ട് ബീറ്റും ഈ ഹൃദയം ഇടിക്കുന്നതും പിന്നെന്താ ശ്വാസം എടുക്കുന്നതും പെട്ടെന്ന് അങ്ങ് നിന്നു പോകും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ മരണം സംഭവിക്കുന്നത്. അപ്പം മെഡുല്ല ഒബ്ലാങ്കട്ടയാണ് കേട്ടോ ഈ അനൈച്ഛിക പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ചുമ, പിന്നെന്താ തുമ്മല്, പിന്നെന്താ കണ്ണ് ചിമ്മുന്നത്, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആര് തന്നെയാണ്? ഈ മെഡുല്ല ഒബ്ലാങ്കട്ട തന്നെയാണേ. ഇനി നമുക്ക് തലാമസിനെ കുറിച്ച് നോക്കാം. തലാമസ്. അപ്പോൾ തലാമസ് എന്തിനാണ് സഹായിക്കുന്നത്? ഇതൊരു റിലേ സ്റ്റേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ തലച്ചോറിലെ റിലേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ തലാമസ് ആണ് കേട്ടോ. അതെന്താണ് റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്? അതായത് ഇപ്പോൾ തലച്ചോറിലോട്ട് പോകുന്ന ആവേഗങ്ങളും തലച്ചോറിൽ നിന്ന് വരുന്ന ആവേഗങ്ങളും എല്ലാം സെലക്റ്റീവ്ലി കടത്തിവിടുന്ന ആരാണ്? ഈ തലാമസ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ പെയിൻ കില്ലർ എല്ലാം ആക്ട് ചെയ്യുന്നത്, അതായത് വേദന സംഹാരികളൊക്കെ കഴിച്ചാൽ അത് പോയി ആക്ട് ചെയ്യുന്നതും എവിടാണ്? അത് പ്രവർത്തിക്കുന്നതും എവിടാണ്? ഈ തലാമസിലാണ്. പക്ഷെ നമ്മളെ വേദന തിരിച്ചറിയാൻ സഹായിക്കുന്നത് തലച്ചോറിലെ ഏത് ഭാഗമാണ്? അത് സെറിബ്രം തന്നെയാണ്. പക്ഷെ വേദന സംഹാരികൾ കഴിച്ചാൽ അത് പോയി അഫക്റ്റ് ചെയ്യുന്ന ഭാഗം തലച്ചോറിലെ ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് തലാമസ് ആണ് കേട്ടോ. അപ്പോൾ വേദന സംഹാരികളായ ആസ്പിറിൻ, മോർഫിൻ എന്നിവയൊക്കെ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് തലാമസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. ഹൈപ്പോതലാമസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ആ പേരിൽ തന്നെ ഉണ്ട്. ആ തലാമസിന്റെ തൊട്ട് താഴെയാണ് ഈ ഹൈപ്പോതലാമസിന്റെ പൊസിഷൻ. ഹൈപ്പോതലാമസ് എന്തിനാണ് സഹായിക്കുന്നതെന്ന് അറിയാമോ? ഹൈപ്പോതലാമസ് നമ്മുടെ ശരീരത്തിലെ ഊഷ്മാവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ നില, വാട്ടർ കോൺസെൻട്രേഷൻ നിയന്ത്രിക്കാനും സഹായിക്കുന്നത് ഏത് തന്നെയാണ്? ഹൈപ്പോതലാമസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ വിശപ്പും ദാഹവും എല്ലാം നിയന്ത്രിക്കുന്ന ഏത് ഭാഗം തന്നെയാണ്? ഈ ഹൈപ്പോതലാമസ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ദാഹം, വിശപ്പ്, ഇതെല്ലാം നമ്മളെ ഫീൽ ചെയ്യിക്കുന്ന ആരാണ്? ഈ ഹൈപ്പോതലാമസ് ആണ്. അതേസമയം തന്നെ നമ്മുടെ സ്നേഹം, വെറുപ്പ്, അങ്ങനെയുള്ള വികാരങ്ങൾ, സുഖാനുഭൂതി അല്ലെങ്കിൽ ലൈംഗികാസക്തി, ഇതെല്ലാം നിയന്ത്രിക്കുന്നതും ആര് തന്നെയാണ്? ഈ ഹൈപ്പോതലാമസ് തന്നെയാണ് കേട്ടോ. മാസ്റ്റർ ഓഫ് ഓൾ ഗ്ലാൻഡ്സ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? അതും നമ്മുടെ ഹൈപ്പോതലാമസ് തന്നെയാണ്. മനുഷ്യ ശരീരത്തിലുള്ള ഏക ന്യൂറോക്രൈൻ ഗ്രന്ഥിയും ഹൈപ്പോതലാമസ് തന്നെയാണ്. ന്യൂറോക്രൈൻ എന്ന് വെച്ചാൽ എന്താണ്? തലച്ചോറുമായിട്ട് ബന്ധമുള്ള ഒരേ ഒരു ഗ്രന്ഥി ഹൈപ്പോതലാമസ് ആണ്. അതുകൊണ്ടാണ് അത് ന്യൂറോക്രൈൻ ഗ്രന്ഥി എന്നും കൂടെ അറിയപ്പെടുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ ഗ്രന്ഥികളുടെയും, അത് എക്സോക്രൈൻ ആണെങ്കിലും എൻഡോക്രൈൻ ആണെങ്കിലും എല്ലാ ഗ്രന്ഥികളുടെയും നിയന്ത്രണം ഉള്ള ഒരു ഗ്രന്ഥിയാണ് ആര്?
നമ്മുടെ ഹൈപ്പോതലാമസ്. അതായത് ബഹിർസ്രാവി ഗ്രന്ഥികളുടെ അന്തർസ്രാവി ഗ്രന്ഥികളുടെ എല്ലാ നിയന്ത്രണം ഉള്ള ഭാഗമാണ് ഈ ഹൈപ്പോതലാമസ്. അതുകൊണ്ടാണ് അത് മാസ്റ്റർ ഓഫ് ഓൾ ഗ്ലാൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹൈപ്പോതലാമസ് ഗ്രന്ഥിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഗ്രന്ഥിയാണെങ്കിൽ അതൊരു ഹോർമോണും ഉൽപ്പാദിപ്പിക്കണമല്ലോ. ഇവിടെ ഹൈപ്പോതലാമസ് മെയിനായിട്ട് 2 ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്, അതായത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് ഓക്സിറ്റോസിനും വാസോപ്രസിനുമാണ്. PCയുടെ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരവായിട്ട് വന്നിട്ടുള്ള ഒരു ഇതാണ് ഓക്സിറ്റോസിൻ. അപ്പോൾ എന്താണ് ഓക്സിറ്റോസിന്റെ ധർമ്മം? പ്രസവ സമയത്ത് ഗർഭപാത്രം വികസിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അടുത്ത ഹോർമോണ് വാസോപ്രസിൻ ആണേ. അപ്പോൾ എന്താണ് വാസോപ്രസിന്റെ ധർമ്മം? വാസോപ്രസിൻ ADH എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പോൾ എന്താണ് ADH ചെയ്യുന്നത്? ഈ വാസോപ്രസിൻ ചെയ്യുന്നത്, ഈ ഹൈപ്പോതലാമസ് ഇത് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് നേരെ കിഡ്നിയിലോട്ടാണ് പോകുന്നത്. കിഡ്നി പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ജലത്തിന്റെ പുനരാകിരണമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ വാസോപ്രസിൻ എന്താണ് ചെയ്യുന്നത്? ജലത്തെ പുനരാകിരണം ചെയ്യും, അങ്ങോട്ട് രക്തത്തിലോട്ട് പുനരാകിരണം ചെയ്യും. അപ്പോൾ നമ്മുടെ ഹൈപ്പോതലാമസ് വാസോപ്രസിന്റെ പ്രൊഡക്ഷന് അങ്ങ് നിർത്തിവെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാവോ? അപ്പോൾ ഈ വാസോപ്രസിൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഹൈപ്പോതലാമസ് വാസോപ്രസിൻ ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ അതൊരു രോഗം ഉണ്ടാക്കും. ആ കണ്ടീഷന്റെ പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അത് പറഞ്ഞപ്പോൾ ഡയബറ്റിസ് മെലിറ്റസ് ഓർമ്മയുണ്ടോ? ഡയബറ്റിസ് മെലിറ്റസ് എന്താണ്? അത് പ്രമേഹമാണ്. പക്ഷെ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ജലം ഒരുപാട് അളവിൽ കൂടുതൽ ജലം നമ്മുടെ ശരീരത്തിൽ നിന്ന് മൂത്രമായിട്ട് നഷ്ടമായി പോകുന്നതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ നമ്മുടെ തലച്ചോറിന്റെ മെയിൻ ഭാഗങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സുഷുമ്നാ നാഡിയാണ്, അതായത് സ്പൈനൽ കോഡാണ്. അപ്പോൾ എവിടെ നിന്നാണ് ഈ സ്പൈനൽ കോഡ് തുടങ്ങുന്നത്? നമ്മുടെ തലച്ചോറിന്റെ കീഴ്ഭാഗമായ മെഡുല്ല ഒബ്ലാങ്കട്ടയുടെ തന്നെ ഒരു കണ്ടിന്യൂഷനാണ്, അതിന്റെ തന്നെ ഒരു തുടർച്ചയാണ് ഏത്? ഈ സ്പൈനൽ കോഡ്, അതായത് സുഷുമ്നാ നാഡി. നമ്മുടെ ഈ സുഷുമ്നയ്ക്ക് ഏകദേശം 45 സെന്റിമീറ്റർ മാത്രമേ നീളമുള്ളൂ കേട്ടോ, അങ്ങ് താഴെ വരെ പോകുന്നില്ല. നമ്മുടെ തലച്ചോറിനെ ആവരണം ചെയ്ത് സൂക്ഷിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ഒരു മെമ്പറൈൻ ഉണ്ടല്ലോ, എന്തായിരുന്നു അതിന്റെ പേര്? മെനിഞ്ചസ്. അതേ മെനിഞ്ചസ് തന്നെ ഈ സ്പൈനൽ കോഡിനെയും പൊതിഞ്ഞ് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സുഷുമ്നാ നാഡിയുടെ ധർമ്മം? നമ്മുടെ ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ, അതായത് റിഫ്ലക്സ് ആക്ഷൻസ് നിയന്ത്രിക്കുന്നതാണ് ആര്? നമ്മുടെ സുഷുമ്നാ നാഡി, നമ്മുടെ സ്പൈനൽ കോഡ്. അതായത് ഇപ്പം നമ്മൾ പേടിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഞെട്ടലൊക്കെ വരുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രൈറ്റ് ആയിട്ടൊരു ലൈറ്റ് നമ്മുടെ മുഖത്തടിക്കുമ്പോൾ കണ്ണടയ്ക്കുന്നത്, അതെല്ലാം ഈ റിഫ്ലക്സ് പ്രവർത്തനമാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നാഡികളുടെ കാര്യം നോക്കാം. എന്താണ് നാഡികൾ? നമ്മുടെ ഈ ന്യൂറോൺസ് ഇല്ലേ, നമ്മുടെ നാഡീകോശങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന എന്താണ്, കുറച്ച് തന്തുക്കളാണ് ഈ നാഡികൾ. അതായത് ഈ ന്യൂറോൺസ് ഒരുമിച്ച് കൂടിച്ചേർന്ന് ഇരിക്കുന്ന ആ ഒരു സ്ട്രക്ചറാണ് ഏത്? നാഡികൾ. അപ്പോൾ നാഡികൾ മെയിനായിട്ട് 2 ടൈപ്പായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് ശിരോനാഡികൾ, അതായത് ക്രാനിയൽ നെർവ്സ്. പിന്നുള്ളത് സ്പൈനൽ നെർവ്, അതായത് സുഷുമ്നാ നാഡി. അപ്പോൾ ഈ നാഡികൾ മൊത്തം എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? 43 ജോഡിയാണ് കേട്ടോ. 43 എണ്ണമല്ല, 43 ജോഡികളാണ് ഈ നാഡി ഉള്ളത്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ നിന്ന് എന്താണ് ഉത്ഭവിക്കുന്ന ഈ നാഡികൾ എത്ര ജോഡികൾ ഉണ്ടെന്ന് അറിയാമോ? 12 ജോഡികളുണ്ട് കേട്ടോ. അതായത് ക്രാനിയൽ നെർവ് 12 എണ്ണമാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. അതേസമയം നമ്മുടെ സ്പൈനൽ നെർവ്, സുഷുമ്നാ നാഡികൾ എത്ര ജോഡിയുണ്ട്? 31 ജോഡികളുണ്ട് കേട്ടോ. 31 ജോഡികളുണ്ട് സുഷുമ്നാ നാഡികൾ. അപ്പോൾ ഈ ആവേഗങ്ങൾ, അതായത് ഇമ്പൾസുകളെ കൈമാറ്റം ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്ക് ഈ നെർവുകളെ, അതായത് നാഡികളെ പിന്നെയും 3ആയിട്ട് തിരിക്കാം. അതായത് സംവേദ നാഡികൾ, അതായത്
സെൻസറി ന്യൂറോൺസ്, പിന്നെന്താണ് പ്രേരക നാഡി, അതായത് മോട്ടോർ ന്യൂറോൺസ്. പിന്നെന്താണ് വരുന്നത്? സമ്മിശ്ര നാഡികൾ, അതായത് മിക്സഡ് ന്യൂറോൺസ്. അപ്പോൾ എന്താണ് സംവേദന നാഡികൾ ചെയ്യുന്നത്? സെൻസറി ന്യൂറോൺസ് ചെയ്യുന്നത് എന്താണ്? ഒരു ഓർഗനിൽ നിന്ന് അല്ലെങ്കിൽ അവയവങ്ങളിൽ നിന്ന് ഈ അവയവങ്ങളെ തലച്ചോറിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ സുഷുമ്നയിലോട്ടോ എത്തിക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? സംവേദന നാഡികൾ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ നേത്രനാഡി, ഒപ്റ്റിക് നെർവ്, അതെന്താണ് ചെയ്യുന്നത്? ഈ കാഴ്ചയെ, നമ്മൾ കാണുന്ന കാര്യങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നമ്മുടെ തലച്ചോറിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു സംവേദന നാഡിയാണ്. ഇനി നമുക്ക് നോക്കാനുള്ള പ്രേരക നാഡിയാണ്, അതായത് മോട്ടോർ ന്യൂറോൺസ്. മോട്ടോർ ന്യൂറോൺസ് എന്താണ് ചെയ്യുന്നത്? തലച്ചോറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നോ സുഷുമ്നയിൽ നിന്നോ ഉള്ള ഇൻഫർമേഷന്, അതായത് ആ മെസ്സേജ് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നമ്മുടെ പേശികളിലോട്ടോ അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ട് ആ ഇൻഫർമേഷൻ കൊണ്ടുപോകുന്നതാണ് ആര്? നമ്മുടെ പ്രേരക നാഡികൾ, മോട്ടോർ ന്യൂറോൺസ്. അപ്പോൾ ആവേഗങ്ങളെ നമ്മുടെ തലച്ചോറിൽ നിന്നോ സുഷുമ്നയിൽ നിന്നോ അവയവങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നാഡികളാണ് എന്ത്? പ്രേരക നാഡികൾ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ള ഏതാണ്? സമ്മിശ്ര നാഡിയാണ്, മിക്സഡ് നെർവാണ്. അതാ പേര് പറഞ്ഞ പോലെ തന്നെ എന്താണ്? ആവേഗങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ കൊണ്ടുപോകാൻ സാധിക്കുന്ന നെർവുകളാണ്. അതായത് തലച്ചോറിൽ നിന്ന് ഓർഗൻസിലേക്കോ അല്ലെങ്കിൽ അവയവങ്ങളിലേക്കോ, അല്ലെങ്കിൽ അവയവങ്ങളിൽ നിന്ന് തലച്ചോറിലേക്കോ സുഷുമ്നയിലേക്കോ ഈ അവയവങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്ന നാഡികളാണ് ആര്? ഈ സമ്മിശ്ര നാഡികൾ, അതായത് മിക്സഡ് നെർവ്. നമ്മുടെ മിക്സഡ് നെർവിന് ഒരു ഉദാഹരണം, സമ്മിശ്ര നാഡിക്ക് ഒരു ഉദാഹരണമാണ് വേഗസ് നെർവ് കേട്ടോ. 10ാമത്തെ ശിരോനാഡിയാണ്. 10th ക്രേനിയൽ നെർവാണ് വേഗസ് നെർവ്. അതെന്തിന്റെ ഉദാഹരണമാണ്? മിക്സഡ് നെർവിന് ഒരു ഉദാഹരണമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ സുഷുമ്ന നാഡികൾ, അതായത് 31 സ്പൈനൽ നെർവുകളും 31 ജോഡി സ്പൈനൽ നെർവുകളും എന്ത് തന്നെയാണ്? ഈ മിക്സഡ് നെർവ് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷന് കൊണ്ടുപോകാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ കൈയൊക്കെ പൊള്ളുമ്പോൾ പെട്ടെന്ന് കൈ പിൻവലിക്കുന്ന ആ ഒരു ആക്ഷന്, ആ ഒരു റിഫ്ലക്സ് ആക്ഷൻ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ സുഷുമ്നയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നാണ് ആ ആക്ഷൻ വരുന്നത്. അപ്പോൾ അത് ഇൻഫർമേഷൻ, ആ കൈ പൊള്ളി എന്നുള്ള ആ മെസ്സേജ് നമ്മുടെ കയ്യിലെ ന്യൂർസ് വഴി, ഈ മിക്സഡ് നെർവ് വഴി തന്നെയാണ് എങ്ങോട്ട് പോകുന്നത്? ഈ സുഷുമ്നയിലോട്ട് പോകുന്നതും അതേ നെർവ് വഴി തന്നെയാണ് പേശികളിലേക്ക് കൈ പിൻവലിക്കാനുള്ള സന്ദേശം പോകുന്നതും അതേ സെയിം നെർവ് വഴി തന്നെയാണ്, അതേ നാഡി കൂടെ തന്നെയാണ്. അതാണ് മിക്സഡ് നെർവാണ്. അപ്പോൾ സ്പൈനൽ നെർവുകളെല്ലാം തന്നെ മിക്സഡ് നെർവാണ്. അപ്പോൾ നമ്മുടെ സുഷുമ്നയുടെ എല്ലാം നമ്മൾ ആവശ്യമുള്ള എല്ലാം നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് തലച്ചോറിൻ്റെയും സുഷുമ്നയുടെ ഒക്കെ ആക്ടിവിറ്റീസ്, അതൊക്കെ കറക്റ്റായിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? EEG ആണ് കേട്ടോ. EEG ഈയിടെ ഒരു PSC എക്സാമിന് ഇത് ചോദിച്ചിരുന്നു, EEG എന്താണെന്ന്. പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ ECG ആണെന്ന് ഓർത്ത് ഹാർട്ടിന്റെ അളക്കുന്ന ഉപകരണം ഉണ്ടല്ലോ, ഹാർട്ടിന്റെ ഹാർട്ട് ബീറ്റ് അളക്കുന്ന ഉപകരണം, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ആണെന്ന് പെട്ടെന്ന് അത് എഴുതി വെക്കും. പക്ഷേ EEG ആണ് കേട്ടോ. ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്നാണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാം, EEG. ആ ഉപകരണം ഉപയോഗിച്ചാണ് നമ്മുടെ തലച്ചോറിന്റെയും സുഷുമ്നയുടെ ഒക്കെ ആക്ടിവിറ്റീസ് ഒക്കെ അളക്കുന്നത്. അപ്പോൾ ഇത് ആരാണ് കണ്ടുപിടിച്ചത്? ഈ EEG ഹാൻസ് ബർഗർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. പുള്ളിയാണ് ഇത് കണ്ടുപിടിച്ചത്. പിന്നെ നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ്? CT സ്കാൻ ആണ്. നമുക്ക് തലച്ചോറിന്റെ ഒക്കെ സ്ട്രക്ചറൊക്കെ എല്ലാം നോക്കാൻ പറ്റും. CT സ്കാനിന്റെ ഫുൾ ഫോം എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രാഫിക് സ്കാനിങ് എന്നാണ് CT സ്കാനിന്റെ പൂർണ്ണ രൂപം. പിന്നെ നമുക്ക് തലച്ചോറിനെയൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്കാനിങ് ഏതാണ്? MRI സ്കാനിങ് ആണ് കേട്ടോ. MRI സ്കാനിങ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. ഇനി നമുക്ക് തലച്ചോറിനെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളെ കൂടെ പരിചയപ്പെടാം. അപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്ന മെയിനായിട്ട് എപ്പോഴും നമ്മൾ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖം പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതാണ്? നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയിലെ അസുഖമാണ്. എന്താണ്? തന്മാത്ര സിനിമയെ കാണിച്ചത്.
അൾഷിമേഴ്സ് ആണ് കേട്ടോ, അൾഷിമേഴ്സ്. അപ്പോൾ അൾഷിമേഴ്സ് എവിടാണ് ബാധിക്കുന്നത്? നേരത്തെ നമ്മൾ പഠിച്ചിരുന്നല്ലോ, ഓർമ്മയെ കൺട്രോൾ ചെയ്യുന്നത് തലച്ചോറിന്റെ ഏത് ഭാഗമാണ്? സെറിബ്രമാണ്, സെറിബ്രം. അപ്പോൾ സെറിബ്രത്തിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഔട്ടർ ഭാഗമായ കോർട്ടക്സും ഇന്നർ ഭാഗമായ മെഡുല്ലയും. അപ്പോൾ ഈ കോർട്ടക്സ് ഭാഗത്തിലെ കോശങ്ങൾ നശിക്കുന്നത് മൂലം ഉണ്ടാവുന്ന അസുഖമാണ് എന്ത്? അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അൾഷിമേഴ്സ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഫുള്ള് എല്ലാം മറന്നു പോകും. അപ്പോൾ പിന്നെയുള്ള അസുഖം എന്താണ്? അപസ്മാരമാണ്. അപസ്മാരം എന്താണ്? നമ്മൾ ചന്നി എന്നൊക്കെ പറയും, സന്നി വന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണത്തില്ലേ, വിറച്ച്. അപ്പം ആ ഒരവസ്ഥയാണ് ഈ എന്ത്? അപസ്മാരം. അതെങ്ങനെയാണ് വരുന്നത്? നമ്മുടെ തലച്ചോറിൽ എപ്പോഴും എന്താണ്? ഈ ആവേഗങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അത് കാരണം ഇലക്ട്രിക്കൽ ചാർജുകളാണ് ഈ ആവേഗങ്ങൾ. ഇലക്ട്രിക്കൽ എന്താണ്? ഇമ്പൾസുകളാണ് ഇത് മൊത്തം, വൈദ്യുത ചാർജുകളാണ്. അപ്പൊ ഇത് ക്രമരഹിതമായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് എന്താണ്? ഒരു ഡിസ്ചാർജ് സംഭവിക്കും അവിടെ. ചാർജുകളിൽ ഇങ്ങനെ എന്താണ്? ക്രമരഹിതമായിട്ട് അവിടെ വൈദ്യുത തരംഗങ്ങൾ ഇങ്ങനെ പോവാൻ തുടങ്ങും. അപ്പൊ അതാണ് ഈ അപസ്മാരത്തിന് കാരണം. അൺകൺട്രോൾഡ് ഫ്ലോ ഓഫ് ചാർജ് അവിടെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ള അസുഖം എന്ന് പറഞ്ഞാൽ പാർക്കിൻസൺസ് രോഗമാണ്. പാർക്കിൻസൺസ് രോഗം അത് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സെറിബെല്ലത്തിനെയാണ് അത് ബാധിക്കുന്നത്. നമ്മുടെ പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം അൺകൺട്രോളബിൾ ആയിട്ട് എന്താണ്? ബോഡിയെല്ലാം ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് പാർക്കിൻസൺസ് എന്ന് പറയുന്നത്. അപ്പോൾ പാർക്കിൻസൺസ് ഈ സെറിബെല്ലത്തിന് ഇങ്ങനെ സെറിബെല്ലം ഡാമേജ് ആവുന്ന മാത്രമല്ല, ഡോപ്പമിൻ, അതായത് നമ്മുടെ ഒരു നാഡീയ പ്രേക്ഷകം, കെമിക്കൽ ട്രാൻസ്മിറ്റർ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതിൻ്റെ കുറവ് വന്നാലും എന്ത് തന്നെ സംഭവിക്കും? പാർക്കിൻസൺ രോഗം വരും. അതേപോലെ തന്നെ ഈ പോളിയോ രോഗമില്ലേ, പോളിയോ രോഗവും ബാധിക്കുന്ന എന്ത് തന്നെയാണ്? എവിടെ തന്നെയാണ്? നമ്മുടെ നാഡീവ്യവസ്ഥയെ തന്നെയാണ് പോളിയോ രോഗവും ബാധിക്കുന്നത്. പിന്നെ നമ്മുടെ പേപ്പട്ടി കടിച്ചാലൊക്കെ എവിടാണ് ബാധിക്കുന്നത്? അതും നമ്മുടെ നാഡീ വ്യവസ്ഥയെ തന്നെയാണ് ബാധിക്കുന്നത്. അതേപോലെ തന്നെയാണ് മൂർഖന്റെ വിഷം, അതായത് മൂർഖൻ പാമ്പ് കടിച്ചാലും എവിടെ തന്നെയാണ് ബാധിക്കുന്നത്? നമ്മുടെ നാഡീവ്യവസ്ഥയെ തന്നെയാണ് അതും ബാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാഡീവ്യവസ്ഥ, അതായത് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ക്ലാസ് അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നോട്ടുകൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഗ്രൂപ്പിലും ചോദിക്കുക, കമൻറ്റ് വിടുക. അപ്പോൾ താങ്ക് യു.